പാലക്കാട്ടെ ബി.ജെ.പിയിൽ സന്ദീപിന് നിരന്തര അവഗണന നേരിട്ടു. അപമാനിതനായതിനാൽ പാലക്കാട് പ്രചരണത്തിനിറങ്ങില്ലെന്നും സി കൃഷ്ണകുമാർ സ്ഥിരം സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒഴിവാക്കലുകൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. പ്രധാനമന്ത്രിയോ മറ്റ് കേന്ദ്രമന്ത്രിമാരോ വരുന്ന പരിപാടികൾ തന്നെ അറിയിച്ചില്ല. അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന പരിപാടിയും എന്നെ അറിയിച്ചില്ല. ജില്ലയുടെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇടം നൽകിയില്ലെന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഏറെ നിർണായകമാണ് കോൺഗ്രസിനും ബി.ജെ.പിക്കും സി.പി.എമ്മിനും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. ഇത് മനസ്സിലാക്കിയാണ് പി സരിനെ അടർത്തിയെടുത്ത് പാലക്കാട്ടെ മൂന്നാമനായ സി.പി.എം ചർച്ച കൊഴുപ്പിച്ചത്. സരിൻ സി.പി.എം സ്ഥാനാർത്ഥിയായി. ഇതിനിടയിലാണ് ബി.ജെ.പിയുടെ പ്രധാന മുഖമായ സന്ദീപ് വാര്യർക്ക് നാണക്കേടായ സംഭവം ബി.ജെ.പി ക്യാമ്പിലുണ്ടായത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനെത്തിയ സന്ദീപിന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ പോലും ഇടം നൽകാതെ അപമാനിച്ചു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥനായിരുന്നു ഇതിനു പിന്നിൽ. ഇതോടെ സന്ദീപ് സി.പി.എമ്മിലേക്ക് പോകുമെന്ന് പ്രചരണമെത്തി. സി.പി.എം നേതാവ് എ.കെ. ബാലൻ സന്ദീപിനെ പുകഴ്ത്തി. സി.പി.എം സ്വാഗതം ചെയ്തു. എന്നാൽ സന്ദീപ് മനസ്സു തുറന്നില്ല. ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് സന്ദീപ് പോവുകയാണ്. ഇത് പാലക്കാട്ടെ ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അതീവ രഹസ്യമായ രാഷ്ട്രീയ നീക്കമാണ് സന്ദീപ് നടത്തുന്നത്. ബി.ജെ.പി നിരയിൽ സി.പി.എമ്മിനെ കടന്നാക്രമിച്ച നേതാവാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിൽ നിന്നും സി.പി.എമ്മിലേക്ക് കൂടുമാറിയാലും ഒന്നും സംഭവിക്കില്ലെന്ന് ബി.ജെ.പി കരുതി. സി.പി.എം മൂന്നാമനായതുകൊണ്ട് തന്നെ സി.പി.എം പക്ഷത്തേക്ക് സന്ദീപ് പോയാലും ഒന്നും നടക്കില്ലെന്നും ബി.ജെ.പി വിലയിരുത്തി. പാലക്കാട്ടെ ചുമതലയുള്ള രഘുനാഥ് ഈ പ്രചരണം സജീവമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി.ജെ.പിയിൽ നിന്നും സന്ദീപിനെ പുറത്താക്കാനും തീരുമാനിച്ചു. ബി.ജെ.പി സംസ്ഥാനാധ്യക്ഷൻ അടുപ്പക്കാരോട് ഈ സാധ്യത പങ്കുവച്ചിരുന്നു. ഇതിനിടയിലാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോകുന്നത്. 2 ദിവസം മുമ്പ് ഇക്കാര്യത്തിൽ ധാരണയായി. തന്നെ പുറത്താക്കും മുമ്പ് പാർട്ടി വിടാനാണ് സന്ദീപ് തീരുമാനിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി സന്ദീപ് വോട്ട് പിടിക്കും. ഇത് പാലക്കാട് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. പാലക്കാട് RSSനുള്ളിൽ വലിയ പിന്തുണ സന്ദീപിനുണ്ടെന്നാണ് വിലയിരുത്തൽ. പരിവാർ സോഷ്യൽ മീഡിയ പ്രവർത്തകരെ സ്വാധീനിക്കുന്ന പ്രധാനി. ഇത്തരമൊരു നേതാവെത്തുമ്പോൾ കോൺഗ്രസിന് പുത്തൻ ഉണർവാകും. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയത്തിൽ ഇത് നിർണായകമായി മാറുമെന്നാണ് സൂചന. സന്ദീപിനെ കോൺഗ്രസിലെത്തിക്കാൻ അതീവ രഹസ്യ നീക്കങ്ങളാണ് നേതാക്കൾ നടത്തിയത്. വാർത്ത ചോരാതിരിക്കാൻ വലിയ കരുതലുകൾ എടുത്തു. സി.പി.എം ഒരു തരത്തിലും ഇത് മണത്തറിയരുതെന്ന് കോൺഗ്രസ് നിർബന്ധ ബുദ്ധിയെടുത്തു. ഇതാണ് സന്ദീപിനെ കോൺഗ്രസ് പക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. സി.പി.എമ്മിനേക്കാൾ തനിക്ക് യോജിച്ചത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമാണെന്ന് സന്ദീപ് മനസ്സിലാക്കി. ട്രോളി ബാഗ് വിവാദത്തിലും കള്ളപ്പണക്കേസിലും സി.പി.എം പാലക്കാട് പിഴച്ച അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് സന്ദീപിനെയും കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ നേരത്തെ തന്നെ സന്ദീപിനെ സ്വാഗതം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നിർണായക പങ്ക് വഹിച്ചു.